കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടമുണ്ട്. തിരുവനന്തപുരത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. വെട്ടുകാട് ബാലനഗറിൽ 400ഓളം കുടുംബങ്ങൾ ഇതോടെ ദുരിതത്തിലായി. തിരുവനന്തപുരത്ത് 3 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. 41 പേരെ മാറ്റിപ്പാർപ്പിച്ചു. സംസ്ഥാനത്ത് 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അഷിൻ ദിയാഗോയുടെ വിവരങ്ങളുമായി. അഷിൻ, കനത്ത മഴ തുടരുമെന്ന് തന്നെയാണ് ഈ അലേർട്ടുകളിലൂടെ, മുന്നറിയിപ്പുകളിലൂടെ വ്യക്തമാകുന്നത്. പൊതുവിൽ സംസ്ഥാനത്തെ മഴച്ചിത്രം എന്താണ് ചുരുക്കത്തിൽ അഷിൻ? ബിനിൽ, വരുന്ന 3 ദിവസം കൂടി സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. നേരത്തെ രാവിലെ മുതൽ തന്നെ മഴയുടെ ആ ഒരു ശക്തി കുറവായിരുന്നു. പിന്നീട് ഉച്ചയോടുകൂടി നേരിയ തോതിൽ മഴ കനക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതും വളരെ പെട്ടെന്ന് തന്നെ ആ മഴയും തോർന്നു. നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വെട്ടുകാട് ഭാഗത്തെ ബാലനഗർ എന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കഴിഞ്ഞ 3 ദിവസമായി സംസ്ഥാനത്ത് തുടരുന്ന കനത്ത മഴയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല വീടുകളിലേക്കും വെള്ളം കയറിയ ഒരു സാഹചര്യം. ഇവിടെ ഏതാണ്ട് ഈ ഓൾ സെയിൻസ്, ബാലനഗർ, മാധവപുരം തുടങ്ങിയ മേഖലകളിൽ 90% വീടുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ഏതാണ്ട് 400ഓളം കുടുംബങ്ങളാണ് ഈ വിവിധ മേഖലകളിലായി ഇവിടെ താമസിക്കുന്നത്. ഈ വെട്ടുകാട് ഭാഗത്ത് മാത്രം ഇത്രയും ഒരു മഴയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം. എല്ലാ വീടുകളിലും ഏതാണ്ട് 90%-ലധികം വീടുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥ. കാരണം മുട്ടുവരെ മുട്ടക്കം പൊക്കത്തിൽ വെള്ളം ഉള്ള ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ പലർക്കും ജോലിക്ക് പോകാനും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും കഴിയാത്തൊരവസ്ഥയാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളം കെട്ട് രൂക്ഷമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ ഒരു ഓട വേണം, ഈ വെള്ളം ഒഴുകിപ്പോകുന്നതിന് ഒരു ഓട വേണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടെ കഴിഞ്ഞ മഴയത്തുമൊക്കെ ഇത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കാറുണ്ട്. മാത്രമല്ല ഇത് മാസങ്ങളോളം ഈ വെള്ളം ഇങ്ങനെ തന്നെ നിൽക്കും എന്നുമാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ചേട്ടാ, എങ്ങനെയാണ് ബുദ്ധിമുട്ടാണിത്? ബുദ്ധിമുട്ട് വെച്ചാൽ ഇപ്പൊ ഈ 6 മാസം കഴിഞ്ഞ 6 മാസം കൊണ്ട് 2ാമത്തെ പ്രാവശ്യമുണ്ട് ഈ വെള്ളം. ഈ ടൈറ്റാനിയത്തിൽ വെള്ളം പമ്പ് ചെയ്തെടുക്കുമായിരുന്നു അവർ ഉപയോഗിക്കാൻ വേണ്ടി. ടൈറ്റാനിയം പ്രവർത്തനം കുറവാണ്. അതുകൊണ്ടാണ് ഇവിടെ വെള്ളം കെട്ടുന്നത്. ഇവിടെ ഓളയില്ല. ഈ ഓള സംവിധാനം വന്നല്ല ഇതിന് പരിഹാര മാർഗം ഉണ്ടാകാൻ പറ്റില്ല. ഇവിടെ ആരും വന്ന് നോക്കിയില്ല, ജനപ്രതിനിധികളൊന്നും ഇതുവരെ തിരിഞ്ഞു നോക്കില്ല. ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, തിരുവനന്തപുരം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഈ ഇവിടെ നിന്ന് ജയിച്ചു പോയ കൗൺസിലർ. അങ്ങനെ ഈ തിരിഞ്ഞു നോക്കാനോ നാട്ടുകാരെ കാണാനോ ഒന്നിനും വന്നിട്ടില്ല. വന്നപ്പോൾ അയാൾ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും വന്ന് സഹകരിക്കാമല്ലോ, എന്താണെന്ന് ചോദിക്കാമല്ലോ. അതൊന്നും വന്നിട്ടില്ല. മുമ്പ് 6 മാസം 2 പ്രാവശ്യമാണ്. ഇപ്പം 6 മാസം കൊണ്ട് 2 പ്രാവശ്യമാണ് ഈ വെള്ളം ഇവിടെ കയറുന്നത്. ഇതിന് മാസങ്ങളോളം ഇത് കിടക്കും. ഇന്ന് തന്നെ ഇപ്പൊ 10-20 ലോഡ് വെള്ളം എടുത്തത്. എന്നിട്ടും ഒന്നും അനങ്ങിയിട്ടില്ല. ഈ സ്ഥിതിയാണ് ഇവിടെ നടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ കിടക്കാൻ അത്രയും കൂലിവേലക്കാരാണ്. സാമ്പത്തികമായിട്ടുള്ളവരൊന്നുമില്ല. അവർക്കിപ്പോൾ കൂലിവേലയ്ക്കും പോകുന്നില്ല. എല്ലാം വീടുകളും പൂട്ടി പഞ്ഞ് അവരുടെ ബന്ധുക്കളെ വീട്ടിലും ഇവിടെ മുട്ടത്തറ ക്യാമ്പിലൊക്കെ പോയി കിടക്കുകയാണ്. അല്ല, ഇവിടെ ആരുമില്ല. ബിനിൽ, ഇവിടെ ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്ത് മാറ്റിയതിനു ശേഷമുള്ള വെള്ളത്തിന്റെ അളവാണ് ഇപ്പോൾ കാണുന്നത്. വീടിലടക്കം ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വീടുകളിലടക്കം വെള്ളം കയറിയ സാധനങ്ങളെല്ലാം പുറത്തിട്ട് ഇവർക്ക് വീടിന്റെ അകത്ത് ഇരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. പല കുടുംബങ്ങളും ഇവിടെ നിന്നും മുട്ടത്തറയിലുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ രാവിലെയും ഈ സ്ഥലത്ത് വന്നിരുന്നു. രാവിലെ ഉണ്ടായിരുന്ന ആളുകളിൽ പകുതിയോളം പേരും ഇപ്പോൾ മുട്ടത്തറയിലുള്ള ക്യാമ്പിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ആർക്കും തന്നെ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഒരു ഓട, ഈ വെള്ളം ഒഴുകിപ്പോകുന്നതിന് ഓട വേണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഈ നേരത്തെ നാട്ടുകാർ പറയുന്നത് ഇവിടെ ഇത്തരത്തിൽ വെള്ളം ഈ 6 മാസത്തിനിടെ ഇത് 2ാം തവണയാണ് ഈ പ്രദേശത്ത് ഇത്തരത്തിൽ വെള്ളം പൊങ്ങുന്നത്. വെള്ളം പൊങ്ങുമ്പോൾ ഒരു ലോറിയിൽ മോട്ടറും ടാങ്കറുമായി വന്ന് ഈ വെള്ളം പമ്പ് ചെയ്ത് അടുത്തുള്ള ആ കായലിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ജനപ്രതിനിധികൾ ആരും തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളതുമാണ് ഈ നാട്ടുകാർ ആരോപിക്കുന്നത്. മാത്രമല്ല ഇവർക്ക് കുടിവെള്ളം, കാരണം ഈ വെള്ളം ഇത് കിണറുകളിലേക്ക് വരെ ഇറങ്ങി വെള്ളം കുടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇവർക്കുള്ളത്. മറ്റ് ആവശ്യങ്ങൾക്കൊന്നും തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം. ബാത്റൂമിൽ പോകുന്നതിന് പോലും ഇവർക്ക് സൗകര്യമില്ല. കാരണം ഈ വെള്ളമൊക്കെ കയറി ഈ വേസ്റ്റ് അടക്കം പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഈ വീട്ടമ്മമാർ, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഇവർ വെള്ളമൊന്ന് മാറി ഇതൊക്കെ ഉണങ്ങി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവർ. പക്ഷേ ഇവർ പറയുന്നത് ഈ 6 മാസത്തിനിടെ ഇത് 2ാം തവണ ഇത്തരത്തിൽ ഇവർക്ക് ഈ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ചേച്ചി, വെള്ളക്കെട്ട് ഭയങ്കര പാടാണോ, ബുദ്ധിമുട്ടാണോ?
വീട്ടിനകത്തൂടെ ഒന്ന് നോക്കണം സാർ. നമ്മൾ വളരെ കഷ്ടപ്പെടുന്നു. ഒരാൾ ഹാർട്ട് പേഷ്യൻ്റാണ്, എനിക്കും എല്ലാ അസുഖങ്ങളും ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എപ്പോഴും ചെന്ന് മറ്റു ബന്ധുക്കളെ വീട്ടിലോ അല്ലാതെ ആൾക്കാരെ വീട്ടിൽ ചെന്ന് നിൽക്കാൻ പറ്റുമോ? വല്ലാത്തൊരവസ്ഥയിലാണ്. ഇവിടെ ക്യാമ്പിലേക്കൊന്നും പോയില്ല? ക്യാമ്പിൽ പോയില്ല. അതുമല്ല വയ്യാതിരിക്കുന്ന മനുഷ്യർ പോകുന്നതേ ഉള്ളൂ, ജോലിക്ക് പോവുകയാണ്. ഇവിടെ ഈ നേരത്തെയും വെള്ളം കിട്ടുമ്പോഴത്തേനെ ആരും വരികയോ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല? വന്നിട്ടുണ്ട്, പക്ഷെ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട്. അതിൽ വാർത്തയിലാണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ വന്നിട്ടുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും ഈ വെള്ളം ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നല്ലാതെ യാതൊരു ഇതുമില്ല. പക്ഷെ ഇവിടെ നിന്ന് ഈ വെള്ളം ഇങ്ങനെ എടുത്തിട്ട് കാര്യമില്ല, വീണ്ടും ഊറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ടൈറ്റാനത്തിൽ ഈ വെള്ളം എടുക്കുമായിരുന്നു. വെള്ളം അവർ ഇപ്പോഴും ആ വെള്ളം വേസ്റ്റ് വെള്ളം തന്നെ റീസൈക്കിൾ ചെയ്ത് അവരെടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഈ വെള്ളം അങ്ങോട്ട് വലിച്ചെടുക്കുന്നില്ല. അവരുടെ ആവശ്യത്തിന് ഇവിടുത്തെ വെള്ളമാണ് വലിച്ചെടുത്തോണ്ടിരുന്നത്. ഇപ്പൊ അതില്ല. ബിനിൽ, നിലവിൽ ഇവിടെ നിന്നും വെള്ളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ പമ്പ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ലോറിയിൽ ട്രിപ്പായി വെള്ളം ഇവിടുന്ന് മാറ്റി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് ദൃശ്യങ്ങളിൽ കാണാം. വെള്ളം വീടിനകത്തേക്ക് കയറി സാധനങ്ങളൊക്കെ ഇവർ കൂട്ടിയിട്ടിരിക്കുകയാണ്. കാരണം ഇലക്ട്രിക് ഉപകരണങ്ങളൊന്നും ചീത്താവാതിരിക്കാൻ ഇവർ കൂട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ മറ്റൊന്ന്, ഈ ഒരു സാഹചര്യം, ഈ വെള്ളം കയറുന്ന സാഹചര്യം ഇത്രയും രൂക്ഷമായിട്ടും ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വിവരങ്ങൾ നൽകിയത്. അശ്വിൻ നിൽക്കുന്ന വെട്ടുകാട് ഭാഗത്ത് ഉൾപ്പെടെ വീടുകളിൽ വെള്ളം ഇങ്ങനെ വീട് ഏതാണ്, പുറമേതാണ്, മുറ്റമേതാണ് എന്ന് മനസ്സിലാക്കാത്ത വിധത്തിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. പതിവായി വെള്ളം ലീക്ക് ചെയ്ത് ഞാൻ അകത്തോട്ട് കയറി. ഇന്നലെ ഒരു ദിവസം കൊണ്ടാണ് ഫുള്ളായത്. മറ്റേത് ഇതുവരെ ഉണ്ടായിരുന്നു, ഈ സൈഡ് വരെ ഉണ്ടായിരുന്നു വെള്ളം. എന്തായാലും ബിനിൽ, ഇവിടെ വെള്ളം കെട്ട് അതിരൂക്ഷമാണ്. കാരണം ഇവിടെ വെള്ളം പമ്പ് ചെയ്ത് മാറ്റിയാലും വീണ്ടും അടുത്ത മഴ പെയ്യുമ്പോൾ ഇതേ അളവിൽ തന്നെ അല്ലെങ്കിൽ ഇതിന്റെ ഇരട്ടിയായി വെള്ളം ഇവിടെ തന്നെ എത്തും. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ആളുകൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് സ്ത്രീ പറഞ്ഞതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത്. അശ്വിൻ, ജനങ്ങൾ ഇത്രയധികം ദുരിതത്തിലായിട്ടും അവിടുത്തെ ജനപ്രതിനിധികൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉൾപ്പെടെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ്. ഇങ്ങനെ ദുരിതത്തിന്റെ കാഴ്ച തന്നെയാണ് വെട്ടുകാട് നിന്ന് നമുക്ക് അശ്വിൻ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ അശ്വിൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.